sound varula. Okay. Good morning. Good morning. Good morning. Good morning, ma'am. Good morning, Good madam. morning, ma'am. Good Good morning, morning, ma'am. ma'am. Good morning. Good. Prayer ആരാണ്? പ്രയർ ഞാനാണ് മാം. കുട്ടിയുടെ prayer പറഞ്ഞു കേട്ടോ. They shall be showers of blessing. This is the promise of love. They shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy around us the falling, but for the showers we please. They shall be showers of blessing. This is the promise of love. നന്നായിരുന്നു കേട്ടാ. ഒരു പേരെന്താണ്? ദിവ്യ മാം. നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു മാം. Morning, ma'am. സൈനിങ് ആരാണ്? ഞാനാണ് മാം. ഓക്കെ, പേര് പറഞ്ഞോട്ടാ. അപർണ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഞാൻ മലയാളത്തിലാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. ഒരു പേന കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പിൻ പോയിന്റ്, ടെക്നോട്ടിക്, സെല്ലോ ഗ്രിപ്പർ. ഇവർ 3 പേരുമായിരുന്നു 90s കുട്ടികൾക്കിടയിലെ ഹീറോസ്. അന്ന് 10 രൂപയുടെ പിൻ പോയിന്റ് ഉള്ളവനൊക്കെ കിങ് ആയിരുന്നു. അതിന് തൊട്ട് താഴെ ടെക്നോട്ടിക്, അതിന് താഴെ സെല്ലോ ഗ്രിപ്പർ. അങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു കിടപ്പ്. പിന്നെ ഏത് കൊച്ചിന്റെ ബോക്സ് തുറന്നു നോക്കിയാലും കാണാൻ പറ്റുന്ന ജനപ്രിയ നായകനായിരുന്നു 5 രൂപയുടെ ലെക്സിപ്പേന. പക്ഷെ ഈ ലെക്സിപ്പേനക്ക് ഒരു കുഴപ്പമുണ്ട്. പരീക്ഷ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ലെക്സിപ്പേനക്ക് ചിലപ്പോൾ ലൂസ് മോഷൻ വരും. പിന്നെ ആ പേപ്പർ മുഴുവൻ ചളാക്കും. സോ എക്സാമിന് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ സൂപ്പർ ഹീറോ ആയ പിൻ പോയിന്റിനെ അങ്ങ് കളത്തിലിറക്കും. എന്നാ ഒരു പവറാ! ലെക്സിപ്പേന അങ്ങനെ ജനപ്രിയ നായകനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് നമ്മുടെ 3 രൂപ പേന ഇറങ്ങുന്നത്. അത് വെച്ച് എഴുതുമ്പോൾ ബുക്കിനൊക്കെ എന്നാ ഒരു മണമായിരുന്നല്ലേ. അപ്പൊ നമ്മുടെ ടീച്ചർമാർക്കും കുട്ടികൾക്കും ഒക്കെ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത പേനയെ സ്മരിച്ചുകൊണ്ട് എല്ലാവരും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ദിസ് ഈസ് സൈനിങ് ബൈ അപർണ സാനു. താങ്ക് യു. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. നല്ല പ്രസന്റേഷൻ. താങ്ക് യു മിസ്. Thought to Gina. ഓക്കെ, ജീന പറഞ്ഞോടാ. Good morning, ma'am, and my dear friends. Never regret a day in your life. Good day gives happiness. Bad day gives experiences. Worst day gives lessons. And best day gives memories. Thank you. Have a wonderful day. താങ്ക് യുടാ. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, അപ്പൊ 2 ആഴ്ചയൊക്കെ ആയിട്ട് ഞങ്ങള് എന്നെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ ക്ലാസ്സിലേക്ക്. അതെ മാം. ലാസ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതിക്ക് മുന്നേ ഞാൻ അശ്വതി ടീച്ചർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ 2 വീക്സ് ആയിട്ട് നമ്മൾ ഈ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ആൻസർ പറയുന്നതനുസരിച്ച് നമുക്ക് ഓർമ്മയുണ്ടോന്ന് നോക്കാം. ഓക്കെ, കുട്ടികൾക്ക് എന്തുകൊണ്ട് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്? ചിൽഡ്രൻസ് ഗെറ്റ് various kinds of disease due to dash. Lack of immunity. Absence of immunity. Okay, lack of immunity, absence of immunity. Okay, settled. Okay, the common diseases are classified into 2 types. Which are they? Contagious and infectious. Contagious and infectious. Okay, infection. Okay. The disease spread from one person to another through contact. Which kind of disease spread from one person to another through contact? Contagious. Yes. Which are the mediums of infection disease? Food, air, water. Food, air, water. Food, air, water. ഇതിൽ നമ്മൾ ഏതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? Dysentery.
അത് ഫുള്ള് നോക്കിയതാ മാം. അത് ഫുള്ള് കഴിഞ്ഞ് ഡിസെൻട്രി ഡിസീസ് സ്റ്റാർട്ട് ചെയ്തു മാം. അല്ലേ? മൂഫിംഗ് ഓഫ് അതൊക്കെ കഴിഞ്ഞു. ഡിസെൻട്രി കഴിഞ്ഞു. ജോണ്ടിസ് ആണ് പറഞ്ഞത്. ഡീരിയ വരെ പറഞ്ഞു. ജോണ്ടിസ് കഴിഞ്ഞു. ഇനി മലേറിയ. മലേറിയ അല്ലെ? ഇത്രയും വരെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ? ജോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. മലേറിയ അല്ലെ? LYZ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. 100 Days of Cuff എന്ന് അറിയുന്നത് ഏതാണ്? Whooping cough. മൂഫിംഗ് കഫ്. ഓക്കെ, മ്യൂട്ട് ആക്കിക്കോട്ടാ. ഈ കൗഡങ് അല്ലെങ്കിൽ ഹോസ്റ്റങ്ങിലൂടെ വരുന്ന അസുഖം ഏതാണ്? Tetanus. ഓക്കെ, എന്താണ്? ഓക്കെ, നമ്മളെ തോട്ടിലൊരു ഇൻഫെക്ഷൻ പോലൊരു വെള്ള കളറിലെ പാട പോലൊരു സംഭവം ഗ്രോ ചെയ്യും. അത് ഏത് അസുഖത്തിന്റെ ലക്ഷണം? Diphtheria. ഇനി മലേറിയ ആണ് കേട്ടോ. മലേറിയ എന്ന് പറയുന്ന അസുഖമാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. മലേറിയ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നേ? കൊതുകിലൂടെ. ഏത് കൊതുക്? കൊതുകിന്റെ പേരറിയോ? അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് വഴിയാണ് എന്ത് സ്പ്രെഡ് ചെയ്യുന്നത്? മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഏതാണ്? അനോഫിലിസ് പെൺകൊതുകുകൾ. ഒന്ന് നോക്കിട്ടോ, എഴുതി വെക്കണം കേട്ടോ. അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് ആണ്. ഓക്കെ, അങ്ങനെ പേര് അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് മലേറിയ എന്ന് പറയുന്ന രോഗം സ്പ്രെഡ് ചെയ്യുന്നത്. ശരിക്കും രാത്രി കാലങ്ങളിലാണ് കുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യാറ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ നോക്കാം, കുട്ടികളെ നല്ല രീതിയിൽ കൊതുക് കടിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കൊതുക് പോലെയൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം രാത്രികാലങ്ങളിൽ കടിക്കുന്നതാണ്, നമ്മൾ അറിയാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ സാധാരണ പോലെ തന്നെ ശക്തമായ പനി, പിന്നെ വിറയല്, തലവേദന, ഛർദി. നമ്മളിത് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് നമുക്ക് എന്താണ് ഇത് മലേറിയ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ മറ്റേതെങ്കിലും അസുഖമാണെന്നാണ് വിചാരിക്കാതെ. മോസ്കിറ്റോസ് ആണ് ഈ അസുഖം മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ മോസ്കിറ്റോ ഉണ്ട് ആള് കണ്ടോ? അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്ന, മലേറിയ സ്പ്രെഡ് ചെയ്യണേ കേട്ടോ. ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചേക്കട്ടോ. ഓക്കെ, അപ്പൊ ചിക്കൻ ഗുനിയ സ്പ്രെഡ് ചെയ്യുന്ന കൊതുകുകളെ പറയുന്ന പേരെന്താ? അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോൾ ഈഡിസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ മലേറിയ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ Okay, ma'am. Okay. Mosquitoes are mainly liable for spread of these disease. When the mosquito beat, the germs get into bloodstream. നമ്മൾ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് ഈ പറഞ്ഞ എന്താണ് ജേംസ് എൻ്റർ ആകും. ദെൻ ദ റെഡ് ബ്ലഡ് കോർപ്പസസ് എന്ന് വെച്ചാൽ RBC. ഫുൾ ഫോം ഓഫ് RBC നമുക്ക് ഇവിടുന്ന് ചോദിച്ചൂടെ? റെഡ് ബ്ലഡ് കോർപ്പസ്. ഓക്കെ, അതങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഞാൻ റെഡ് കളർ തന്നെ കൊടുക്കാം. RBCയുടെ ഫുൾ ഫോം ചോദിക്കാം. സോ RBCനെയാണ് മെയിൻ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നല്ല സിവിയർ ഹെഡേക്ക് ഉണ്ടാവും, റിക്കറന്റ് ആയിട്ടുള്ള പനി. എന്ന് വെച്ചാൽ നമുക്ക് പനി വന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ മാറും, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് നല്ല പനിയായിരിക്കും, നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവും. ഇതൊക്കെയാണ് മലേറിയ എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നത്. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ഇത് പ്യുവർ വാട്ടറിലാണ്
ഏത് അനോഫിലസ് മൊസ്കിറ്റോസ് എന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നത്. അതേപോലെ തന്നെ നമ്മളപ്പോ എന്ത് ചെയ്യണം, പ്യുവർ വാട്ടർ അല്ലെങ്കിൽ നല്ല ശുദ്ധജലം, ഇങ്ങനെ നമ്മൾ ടാപ്പിന്റെ ഒക്കെ അടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, നല്ല വെള്ളമാണെങ്കിൽ അതിൽ വന്ന് മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ വെള്ളമൊക്കെ കളയാനായിട്ട് ശ്രമിക്കുക. കളഞ്ഞ് നല്ല രീതിയിൽ നമ്മുടെ വീട് പരിസരവും നല്ല രീതിയിൽ വൃത്തിയിൽ സൂക്ഷിക്കാം. അതേപോലെ രാത്രികാലങ്ങളായതുകൊണ്ട് തന്നെ ജനലുകളൊന്നും രാത്രികാലങ്ങളിൽ എന്ത് ചെയ്യാതിരിക്കാം, തുറന്നിടാതിരിക്കാം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളത് തുറക്കേണ്ടതായിട്ട് വരും. കാരണം ക്ലൈമറ്റിക് ഇനിയിപ്പോ വരുന്നത് സമ്മർ സീസൺ ആണ്. സോ നമ്മൾ ക്ലൈമറ്റിന്റെ ഇതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ രാത്രികാലങ്ങളിൽ ജനൽ തുറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികളെ വന്ന് നേരിട്ട് വന്ന് ഈ കൊതുകുകളൊക്കെ ബീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ മോസ്കിറ്റോ നെറ്റ് എന്ന് പറഞ്ഞിട്ട് ജനല് മൊത്തമായിട്ട് മൂടുന്ന ടൈപ്പ് നെറ്റുകൾ കിട്ടും. ആരെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടോ? എന്റെ വീട്ടിലുണ്ട്. വീട്ടിൽ 2 കുഞ്ഞു കുട്ടികളാ. അപ്പൊ അതുകൊണ്ട് ഞാൻ നെറ്റ് വെച്ചിട്ടുണ്ട്. കാരണം രാത്രി എപ്പോഴെങ്കിലും ജനലൊക്കെ തുറന്നു കഴിഞ്ഞാലും അത് കൊതുകുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലത്തെ നെറ്റ് അവൈലബിൾ ആണ്. അപ്പൊ അത് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ആരെങ്കിലും വീട്ടിലുണ്ടോ ഇപ്പൊ മോസ്കിറ്റോ നെറ്റ്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ കുട്ടികൾ കിടക്കുന്ന റൂമിലാണെങ്കിൽ മോസ്കിറ്റോ നെറ്റുകൾ കിട്ടൂല നമുക്ക് ഫുൾ നെറ്റ് ആയിട്ട്, ആ നെറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഈ മോസ്കിറ്റോസിന്റെ ബീറ്റ്സ് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് മലേറിയയ്ക്കുള്ള നമുക്ക് എടുക്കാൻ പറ്റുന്ന മുൻകരുതൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് ടൈഫോയിഡ് ആണ് കേട്ടോ. ഓക്കെ, ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, മിനിറ്റ്, ഞാൻ ടൈഫോയിഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടില്ലേ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈഫോയിഡ് യൂട്യൂബിലൊരു ഇത് കിടപ്പുണ്ട്. എന്താണ് യൂട്യൂബില് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ടൈഫോയിഡ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് നാള് മുമ്പ് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. ആള് ടൈഫോയിഡ് അമേരിക്കയിലാണെന്ന് തോന്നുന്നുണ്ട്. അമേരിക്കയിൽ കൂടുതലായിട്ട് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്തത് ഈ സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താണ് അത് നമ്മള് എന്താ പറയാ ഐസൊലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിട്ടാ ടൈഫോയിഡ് പരത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതെ. ഓക്കെ, ഈ സ്ത്രീയെ കുറിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ പരാതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. 3 to 4 weeks ആണ് ഇതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ടൈഫോയിഡിന് വാക്സിൻ അവൈലബിൾ ആണ്. 80% പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ ടൈഫോയിഡിന്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ ദേഹത്ത് ഈ റെഡ് സ്പോട്ട് ഉണ്ടാവും. റെഡ് കളറുള്ള സ്പോട്ട്, കുഞ്ഞു കുഞ്ഞു കുത്തുകൾ. ഇപ്പൊ ഈ ഇമേജുകളില് ടൈഫോയിഡിന്റെ ഇമേജുകളിൽ റെഡ് സ്പോട്ട് കാണുന്നില്ല. ഓക്കെ, നമ്മള് ചിക്കൻ ഗുനിയയുടെ പോലെയല്ല, എന്നാലും റെഡ് കളറിലെ സ്പോട്ടുകൾ കാണുന്നുണ്ടോ? ഇമേജ് കാണുന്നുണ്ടോ നിങ്ങള്? റോസ് സ്പോട്ട് എന്താണ്? അല്ലടാ, ചിക്കൻ ബോക്സ് അല്ല, ഇത് റോസ് കളർ ആണ്. ഓക്കെ, ഇത് സാധാരണയായി ബലഹീനത, അതേപോലെ വയറുവേദന, പിന്നെ നമുക്ക് എന്താ പറയാ മലബന്ധം, തലവേദന, നേരിയ ഛർദി എന്നിവയോടൊപ്പമാണ് തുടങ്ങുന്നത്. ചില ആൾക്കാരില് റോസ് കളറില്, റെഡ് കളറല്ല റോസ് കളറില് എന്തുണ്ടാവും, നിറത്തിലുള്ള പാടുകൾ, ദേഹത്തൊക്കെ ഇങ്ങനെ കുത്തുകുത്തുകൾ ഉണ്ടാവും. പനി കൂടുതലായിട്ട് ടൈഫോയിഡ് ആയി മാറൂലേ? കൂടുതൽ ദിവസം പനി ഉണ്ടായാലേ അത് ടൈഫോയിഡ് ആയിരിക്കും. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് സമയം എടുക്കേണ്ടതാണ്. ശരീരത്തിൽ വിവിധ എല്ലാത്തിലും ഇങ്ങനെ ഇത് വരും, ഇങ്ങനെ ചുവന്ന കുത്തു പോലെ. മനസ്സിലായില്ല? ഇങ്ങനെ ഈ ഒരു അടയാളല്ലേ ചുവന്ന കുത്തു പോലെ? ആർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ടൈഫോയിഡ് വരുമ്പോ എല്ലാവർക്കും ഈ റോസ് കളറുള്ള സ്പോട്സ് ഉണ്ടാവണമെന്നില്ല. ചിലവരിൽ മാത്രമാണ് ഇത് കാണാറ്. അപ്പൊ രോഗലക്ഷണങ്ങൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ അസുഖമാണ് ടൈഫോയിഡ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വൈകാറുണ്ട്. സോ
വൈകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാധാരണ പനിയാണെന്ന് വിചാരിക്കും. അത് വൈകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുടെ ജീവൻ വരെ എന്താ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസിലേക്ക് വരും. കാരണം പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്താണ് അസുഖം എന്നുള്ളത്. ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ ഇത് ബാധിക്കും. ഇതൊരു ലോകവ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഏത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങൾ സാധാരണ നേരിയ തോതിൽ നിന്നാണ്, സാധാരണ ചെറിയ പനിയിൽ നിന്നാണ് കഠിനമായ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞത് 3 to 4 weeks ഒക്കെ ആവുമ്പോഴേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് കറക്റ്റ് എന്താ പറയാ നമുക്ക് ലക്ഷണങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഇന്ന അസുഖമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുള്ളൂ. ഓക്കെ. പിന്നെ എക്സ്പ്ലോഷർ ഒരു ഞാൻ പറയില്ലേ 6 മുതൽ 30 ദിവസം 3 to 4 weeks എന്ന് പറയുമ്പോൾ 1 month വരെ ഈ അസുഖം അയാളിൽ ഉണ്ടാകും. പലപ്പോഴും ദിവസങ്ങളോളം ഉയർന്ന പനിയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്ന ലക്ഷണം. ഉയർന്ന പനി എന്ന് വെച്ചാൽ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. നമ്മൾ സാധാരണ പനി വരുന്നേക്കാളും കൂടുതൽ നല്ല ടെമ്പറേച്ചർ ആണ്. പിന്നെ ഇത് പകരും, ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ എന്താ കുറെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? നമ്മൾ ഐസൊലേഷൻ, ഇത് ഈ ടൈഫോയിഡിനും ഐസൊലേഷൻ വേണം. അതേപോലെ തന്നെ അയാൾ യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണം, കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ, അതേപോലെ ഗ്ലാസ്സുകളൊന്നും മറ്റാരുമായിട്ട് എന്ത് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമ്മള് ആ പേഷ്യന്റ് യൂസ് ചെയ്യുന്ന ബാത്റൂം ആ പേഷ്യന്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഈ എക്സ്ക്രീറ്റ് വഴി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ടൈഫോയിഡിനെ കുറിച്ച് പറയാനുള്ളത്. മീസിൽസ് ആണ്. മീസിൽസ് എന്നൊക്കെ കേട്ടപ്പോ ചിലപ്പോ ആർക്കും പരിചയം ഉണ്ടാവില്ല. 5ാം പനി അല്ലേ മിസ്? പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 5ാം പനി. അശ്വതി ഓക്കെ. 5ാം പനിയെ കുറിച്ച് പഠിപ്പിച്ചു. എന്തൊക്കെയാ പറഞ്ഞത്? ശരീരത്തില് നല്ല പോലെ പനി ഉണ്ടാവും, തുടർച്ചയായ പനി ഉണ്ടാവും, ശരീരത്തിൽ വേദന ഉണ്ടാവും, ചെറിയ കുമിളകൾ പൊന്തും. ഇതേപോലെ തന്നെ നമ്മൾ ടൈഫോയിഡ് പോലെ അല്ല, നല്ല റെഡ് കളറുള്ള റെഡ് ഐസ്, അതേപോലെ റെഡ് സ്പോട്ടുകളായിരിക്കും കേട്ടോ. എന്തിനു വേണ്ടത്? മീസിൽസിന് വരുന്നത് റെഡ് സ്പോട്ട് ആണ്. ഞാൻ ഇതിന് പറഞ്ഞത് കുറച്ചും കൂടി ടൈഫോയിഡിന് പറഞ്ഞാൽ റോസ് കളറുള്ള സ്പോട്ടാണ് പറഞ്ഞത്. മീസിൽസിന് വരുമ്പോ റെഡ് കളറുള്ള സ്പോട്ടുകളാണ് ശരീരത്തിൽ കാണാറ്. ഞാൻ കാണിച്ചു തരാവേ. റെഡ് കളർ, കറക്റ്റ് റെഡ് കളറുള്ള സ്പോട്ടുകളായിരിക്കും. കണ്ടോ? ഓക്കെ. അല്ലെങ്കിൽ കണ്ടോ, നമ്മൾ ഈ ഇമേജിൽ കാണുന്നില്ല, ഇതേപോലത്തെ റെഡ് സ്പോട്ടുകളായിരിക്കും നമുക്ക് മീസിൽസ് വരുമ്പോ. അത് സാധാരണ നമ്മള് കുട്ടികൾക്ക് മീസിൽസിന്റെ എന്ത് കൊടുക്കുന്നുണ്ട്? വാക്സിൻ കൊടുക്കുന്നുണ്ട്. വാക്സിനെ കുറിച്ച് മിസ് പറഞ്ഞോ? MMR വാക്സിൻ. MMR-നെ കുറിച്ചും MR-നെ കുറിച്ചും പറഞ്ഞു. ഓക്കെ. അപ്പം വാക്സിൻ അവൈലബിൾ ആണ്. പക്ഷേ സാധാരണ ഒരു മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത് ഒരു 6 to 3 months ഉള്ള കുട്ടികൾ, 3 years ഉള്ള കുട്ടികളെയാണ് മീസിൽസ് എന്ന് പറയുന്ന അസുഖങ്ങൾ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്, 5ാം പനി വന്ന് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി, പ്രതിരോധം തീരെ കുറവാണ്. നമുക്കറിയാം 6 മാസം വരെ അമ്മയുടെ പ്രതിരോധം, എല്ലാ കുട്ടികളും അമ്മയുടെ പാലാ കുടിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും 6 മാസം കഴിയുമ്പോഴാണ് ഈ അസുഖങ്ങളൊക്കെ നമ്മള് വരുന്നതായിട്ട് കണ്ടുവരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താണ് പുതിയ ഫുഡ്, പുതിയ കുറച്ച് എൻവയോൺമെന്റ് ഒക്കെ ആയിട്ട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. സോ അവർക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു 6 to 3 months ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പൊ ഈ കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾ കോമൺ ആയിട്ട് ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സ്പ്രെഡ് ചെയ്യും. ഓക്കെ. നമ്മള് എന്താ പറയാ, ഫീവർ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ഫീവർ ഉണ്ടാവും, കണ്ണിനൊരു ചുമന്ന രാശി ഉണ്ടാവും, അതേപോലെ റെഡ് സ്പോട്ട്സ് ഉണ്ടാവും, നല്ല വൊമിറ്റിംഗ്, അതേപോലെ ശരീരം വേദന, പിന്നെ എന്താണ് നല്ല കോൾഡ്, കഫ്, ഫീവർ ഒക്കെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലൊക്കെ റെഡ് കളറുള്ള സ്പോട്ടുകൾ വരാറുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് 2 നമ്മളുടെ കേരളത്തിൽ 2 വാക്സിൻസ് ആണ് ഏത് മീസിൽസിനെതിരെ ഉള്ളത്, MR-ഉം MMR-ഉം.
അപ്പൊ 2 വാക്സിൻസ് ഉണ്ട്. MR എന്ന് പറയുന്ന വാക്സിൻ 9 മന്തിൽ ആണ് എടുക്കാറ്. MR എന്തിനാണ്? മീസിൽസിനും റുബെല്ലയ്ക്കും കൂടി ഉള്ള വാക്സിൻ ആണ്. MMR എന്ന് പറയുന്ന വാക്സിൻ എനിക്ക് തോന്നുന്നു 16 months to 24 monthsലാണ് എടുക്കാറ്. അല്ലെങ്കിൽ ഒരു 50 to 80 monthsലാണ് എടുക്കാറ്. MMR എന്ന് പറയുന്ന വാക്സിൻ മംസ്, മീസിൽസ്, മംസ്, റുബെല്ല മൂന്ന് അസുഖങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വാക്സിൻ ആണ്. നമുക്ക് സാധാരണ ഹെൽത്തിൽ അവൈലബിൾ അല്ല. സോ നമ്മളത് പുറത്തുനിന്ന് എടുക്കാറ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നിന്നാണ് MMR എടുക്കാറ്. അപ്പോ ഈ 2 വാക്സിൻസും എല്ലാ കുട്ടികളും എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മുടെ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികളും, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും വാക്സിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പരിധി വരെ ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ എന്റെയൊക്കെ പരിചയത്തിൽ ഒരു സ്കൂളിൽ ഫുള്ളും ആ സ്കൂൾ മൊത്തം എന്ത് ചെയ്തിരിക്കുകയാണ്? അടച്ചിട്ടിരിക്കുകയാണ്. മംസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ട്. മംസിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞില്ലേ? എന്താണ് അസുഖം? മുണ്ടുനീര്. ഓ, നിങ്ങളുടെയൊക്കെ അടുത്ത് ചിലപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ടാവും. കാരണം മംസ് ഇപ്പൊ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് എതിരെയുള്ള വാക്സിൻ ആണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ എന്തിനില്ല, ഹെൽത്തിൽ ഇല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് MMR എന്ന് പറയുന്ന വാക്സിൻ ഉള്ളത്. നമ്മുടെ കുട്ടികളെല്ലാവരും ആ വാക്സിൻ എടുത്തു എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മീസിൽസിന്റെ കാര്യമാണ്. നല്ല ഫീവർ ഉണ്ടാവും, ബോഡി പെയിൻ ഉണ്ടാവും, റെഡ് ഐസ് അല്ലെങ്കിൽ റെഡ് സ്പോട്ട് ഉണ്ടാവും ശരീരത്തിൽ, വൊമിറ്റിംഗ് ഉണ്ടാവും. ഈ മീസിൽസ് വന്നു കഴിഞ്ഞാല് ചെറിയ കുട്ടികളിൽ 6 months to 3 years ആ ചെറിയ ആ ഒരു കുഞ്ഞുങ്ങളുടെ വന്നു കഴിഞ്ഞാൽ ഡിസബിലിറ്റി വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. മീസിൽസ് വന്ന് എന്തെങ്കിലും വൈകല്യങ്ങൾ, ചിലപ്പോ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോവാം, അങ്ങനെ വരാനുള്ള ചാൻസ് ഈ ഒരു അസുഖത്തിനുണ്ട്. നമുക്ക് നോക്കാം. It is common disease among school children and it is caused by a virus. ഇത് common disease ആണ്. ഇത് കുട്ടികളിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് വൈറസ് അഫക്ട് ചെയ്യുന്ന അസുഖമാണ്. In the beginning there was a cold, cough, fever. നമുക്ക് തുടക്ക സമയത്ത് എന്താണ്? നമുക്ക് കഫ്, കോൾഡ്, ഫീവർ സാധാരണ അസുഖങ്ങൾ വരുന്ന പോലെ ആ ലക്ഷണങ്ങൾ തന്നെയാണ് നമുക്ക് എന്തിനുള്ളതും മീസിൽസിനും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിന്റെ മെയിൻ ലക്ഷണമായ റെഡ് സ്പോട്ടുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മളുടെ ബോഡിയിൽ കാണാനായിട്ട് തുടങ്ങും. ബോഡിയിൽ പല പാർട്സിലായിട്ട് റെഡ് കളറിലുള്ള ആ സ്പോട്സുകൾ കാണും. After a few days, red spots appear. Immunization is very important against measles. മീസിൽസിനെതിരെ അല്ലെങ്കിൽ 5-ാം പനിക്കെതിരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട പ്രിപ്പറേഷൻ ആണ് ഏത്? ഇമ്മ്യൂണൈസേഷൻ. വാക്സിൻ എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് വരാതിരിക്കാൻ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാം. അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം? അസുഖം വരണേക്കാളും മുമ്പ് വാക്സിൻസ് കറക്റ്റ് ആയിട്ട് എടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്? കണ്ണുനീര് വഴി. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ കണ്ണുനീര് വഴി നമുക്ക് സ്പ്രെഡ് ചെയ്യും. പിന്നെ ക്ലോസ് കോണ്ടാക്ട്, അടുത്ത് പെരുമാറുന്ന ആൾക്കാര് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മീസിൽസ് എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? അത് പറഞ്ഞാന്നോ? ഓക്കെ, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. സോ മീസിൽസ് വന്ന് 5-ാം പനി വന്ന് അത് ന്യൂമോണിയ ആയിട്ട് തിരിയും. നമുക്കറിയാം ന്യൂമോണിയ ആയിട്ട് തിരിയും. ന്യൂമോണിയ ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ വന്ന ആൾക്ക് വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കുഞ്ഞുകുട്ടി, 2 വയസ്സുള്ള ഒരു കുട്ടിക്ക്, ഇവിടെ അല്ല കേട്ടോ, പുറത്താണ്, അമേരിക്കയിലാണ്. 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ നിമോണിയ എന്ന് പറയുന്ന അസുഖം വന്നു. അപ്പൊ നിമോണിയ എന്ന് പറയുന്ന അസുഖം വന്നിട്ട് അവരുടെ ചികിത്സിച്ച ഡോക്ടറും എല്ലാവരും പറഞ്ഞു കുട്ടി മരണം സംഭവിക്കും. ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു, മരണം സംഭവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നാൾ അവർ 2 ആഴ്ചയോളം ഈ ഭയങ്കര തീ കൊള്ളുന്ന പോലെ പനിയായിരുന്നു. അന്ന് ന്യൂമോണിയക്കൊന്നും വാക്സിനോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഹോസ്പിറ്റൽസിൽ ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പൊ അന്ന് ഒരു ന്യൂമോണിയ വന്നു കഴിഞ്ഞാല് മരണം സംഭവിക്കും തന്നെയാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. അത് അത്രയും നമ്മുടെ എന്താ പറയുക മെഡിക്കൽ ഫീൽഡ് അത്രയും ഇംപ്രൂവ്മെന്റ്സ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോ ന്യൂമോണിയ വന്നു. അത് കഴിഞ്ഞ്
എല്ലാവരും വിചാരിച്ചു ആള് മരണപ്പെട്ടു എന്ന് വരെ ഉറപ്പിച്ച സമയത്ത് ഈ കുട്ടിക്ക് ഒരു ദിവസം ഈ പനി വിട്ടുപോയി, ശരീരത്തിൽ നിന്ന് ഈ പനി വിട്ടുപോയി. പനി വിട്ടുപോയതിന്റെ ഒപ്പം തന്നെ ആ കുട്ടിക്ക് 2 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ഒന്ന് കേൾവി ശക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ ഡിസബിലിറ്റി, ഈ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ 2 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നീട് ഈ കുട്ടി വലുതായപ്പോ ഭയങ്കര ഫ്രസ്ട്രേഷനും ഡിപ്രഷനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ആള് വലുതായി കഴിഞ്ഞപ്പോ ഒരു നമ്മളൊക്കെ അറിയുന്ന ഒരു ലോക പ്രശസ്തയായ എഴുത്തുകാരിയായിട്ട് മാറി. ആരാന്നറിയോ? ഇവിടെ എന്താണ്? അതെ, ഹെലൻ കെല്ലർ ആണ്. നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഹെലൻ കെല്ലറിന്റെ സ്റ്റോറി ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മാം, ഹെലൻ കെല്ലറിന്റെ ഒരു ഇത് വായിച്ചപ്പം ഹെലൻ കെല്ലർ പറഞ്ഞു 3 ദിവസത്തേക്ക് കാഴ്ച കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു, ഒരു ദിവസം സമുദ്രം കാണാനും, അങ്ങനെ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മള് ഇമ്പോർട്ടന്റ് നമുക്കറിയാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ദിവസം ഇല്ലേ എന്താണ് നമ്മുടെ സൈനിന്റെ ഭാഗമായിട്ട് ഹെലൻ കെല്ലറിന്റെ സ്റ്റോറി ചെറുതായിട്ട് ഷോർട്ട് ആയിട്ട് പറയാനായിട്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. കാരണം ഇത്രയും ഡിസബിലിറ്റീസ് എല്ലാവരും വിചാരിച്ച് ഇന്ന ഡിസബിലിറ്റിയിൽ ഒതുങ്ങി പോകും എന്ന് വിചാരിച്ച ഒരാള് ഇത്രയും ഇൻസ്പയർഡ് ആയിട്ട് നമുക്കൊക്കെ ഇൻസ്പിറേഷൻ ആണ് ആള്. കാരണം എന്താണ് നല്ല രീതിയിൽ എഴുത്തുകാരിയാണ്. എന്താ പറയാ, നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് സ്റ്റോറി ഒന്ന് നിങ്ങൾ എഴുതാൻ പറ്റുമോ നോക്കണം കേട്ടോ. നിങ്ങൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റോറീസ് കിട്ടും. സോ അത് നല്ല രീതിയിൽ ഒന്ന് സൈൻ ആയിട്ട് പ്രസന്റ് ചെയ്യാം, സൈൻ ഇനോ സൈൻ ഔട്ട് ആയിട്ടോ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ മിസ്സേ, ഞാനൊരു കാര്യം ഇവിടെ പറയട്ടെ മിസ്സേ. പറഞ്ഞോടാ. അതെ, ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് 2 കുട്ടികൾക്ക്, ഒരു ചെറിയ കുട്ടിയാ, 3.5 വയസ്സായ കുട്ടിയാ. ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനിക്കുന്നു, പറഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ, തലവേദനിക്കുന്നു. അപ്പൊ അച്ഛനമ്മമാരും അത്ര കാര്യമാക്കിയില്ല, തലവേദനയല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പനിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുട്ടിക്ക്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കയ്യും കാലും തീരെ അനക്കാൻ പറ്റണില്ല, ഭയങ്കര കോച്ചി പിടിച്ച പോലെ കുട്ടി ഇരിക്കുക. അങ്ങനെയായി ഒരു വേഗം ഇവിടെ അടുത്തുള്ള ജൂബിലിയിൽ കൊണ്ടുപോയി. അപ്പൊ അവര് പറഞ്ഞു, സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു കുട്ടിയെ വേഗം ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോന്ന് പറഞ്ഞിട്ട് അമലയിൽ ഇപ്പൊ കൊണ്ടുപോയി. അമലയിൽ കൊണ്ടുപോയപ്പോ ആ കുട്ടിക്ക് പനി വന്നിട്ട് തലച്ചോറില് ഇൻഫെക്ഷൻ ആയി. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് കൈ കാലൊക്കെ ഇങ്ങനെ എന്താ പറയാ മേലാണ്ടായി. ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ 20,000 രൂപയാ. 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ ആ കുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശോഷിച്ച കുട്ടിയായിരുന്നു. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് ഭയങ്കര വിശപ്പാ. ഇപ്പൊ ആ കുട്ടി ഭയങ്കര തടിയാ. എന്നിട്ട് ഒരു ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുക ഫുഡ് കൺട്രോൾ ചെയ്യാ, 3 നേരം മാത്രം ഭക്ഷണം കൊടുത്താൽ മതിയെന്ന്. ഇതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇടയ്ക്ക് പനി വരും, അത്ര കാര്യമില്ല, അവരത് അത്ര കാര്യമാക്കിയില്ല, പാരസിറ്റമോൾ കൊടുത്ത് അങ്ങനെ കൊണ്ടു നടക്കായിരുന്നു. പെട്ടെന്ന് കുട്ടി ഇങ്ങനെ വീണു, കുഴഞ്ഞു വീണു. അപ്പൊ ആ കുട്ടീനെ കൊണ്ടുപോയപ്പോ ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയണത്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ അതിനും തലച്ചോറിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചു. എന്നിട്ട് അത് എത്രയോ ദിവസം ICUലായിരുന്നു. ഓക്കേടാ. അടുത്തടുത്ത വീട് അടുത്തന്നെ. അടുത്താണ്. എടാ അവിടെ വല്ല കുളങ്ങളാ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ അവർ കളിക്കാനൊക്കെ പോവാറുണ്ടോ? അങ്ങനത്തെ വല്ല സ്ഥലം ഉണ്ടോ? സിമി, കാരണം എന്താ, നമ്മളിപ്പോ കേട്ട് വരുന്നൊരു അസുഖം ഉണ്ടല്ലോ, മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞിട്ട് ബ്രെയിൻ അഫക്ട് ചെയ്യുന്ന, അതാണോ? ഇല്ല, അതൊന്നല്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ കുളത്തിലൊന്നും കുളിക്കണ ശീലം ഇല്ല. പണ്ടൊക്കെ ആയിരുന്നു കുളത്തില് കുളിക്കണത്. ഇപ്പൊ കുട്ടികളൊന്നും അങ്ങനെ കുളത്തിലൊന്നും കുളിക്കണ ശീലം ഇല്ല. ഒരു കുട്ടിക്ക് ഒരു 3.5 വയസ്സുള്ളോ, അത് അമ്മയുടെ കസ്റ്റഡിയിലല്ലേ. മറ്റേ കുട്ടിയാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇപ്പോഴത്തെ പനി അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയണേ. പനിച്ച് ചെറിയ കുട്ടികളായാലും നമ്മൾ പനി അത്ര കാര്യമായി അങ്ങനെ നിസ്സാരമായിട്ട് വിടരുതെന്ന് പറയണേ. ഓക്കെ എടാ, നമ്മളിപ്പോ ഒരു ക്ലാസ് ഇത്രയും അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പോ നമ്മള് ഫീവർ എന്ന് പറയുന്നത് അസുഖമാണ്, ഈ പനി എന്ന് പറയുന്നത് ഒരു അസുഖമാണ്, രോഗകാരണമാണ്. രോഗ സിംറ്റം ആണ് എന്ത് ഫീവർ എന്ന് പറയുന്നത്. പല ടൈപ്പ് ഫീവറുകൾ വരാറുണ്ട്. അപ്പൊ നമുക്ക്
വന്നിട്ടുള്ള അസുഖം പനി എന്താണെന്ന് കണ്ടെത്തുന്നത്. നമ്മൾ സാധാരണ പാരസ്റ്റമോൾ എന്ന് പറയുന്നതും നമ്മളിപ്പോ മരുന്നാണ് ശരിക്കും പറഞ്ഞാല്. നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഒരു പെയിൻ കില്ലർ പോലെയാണ് പാരസ്റ്റമോൾ അല്ലെ. ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ മരുന്നല്ല പാരസ്റ്റമോൾ. നമ്മൾ എന്താണ് നമ്മുടെ അസുഖം എന്ന് കണ്ടെത്താം. അതിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റും അതേപോലെ യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് എന്താണ് അസുഖം എന്ന് കണ്ടെത്തി അതിന് വേണ്ട ശരിക്കും പറഞ്ഞാൽ മരുന്ന് എന്ന് പറയുന്നത് എന്താണ്, ആന്റിബയോട്ടിക് ആണ് അല്ലെ. എല്ലാ അസുഖത്തിനും ഉള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കുകളാണ്, പാരസ്റ്റമോൾ അല്ല. ഇപ്പൊ പനി വരുമ്പോൾ നമ്മൾ പാരസ്റ്റമോൾ കൊടുത്ത് വൈകുന്നേരം കുട്ടിക്ക് പരിക്കുകയാണെങ്കിൽ എന്തായാലും കമ്പൽസറി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണം. കാരണം നമുക്കറിയാലോ, നമുക്ക് മിക്കവരും എനിക്ക് തോന്നുന്നു പ്രൊഫൈലിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവർക്കും കുഞ്ഞു മക്കളുള്ളവരാണ്. കൂടുതൽ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കണം, ശ്രദ്ധിക്കണം. ഈ മരുന്നുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കണം. ഒരു പാരസ്റ്റമോൾ നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ട് മരുന്ന് കൊടുക്കാം. കുറഞ്ഞില്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഡോക്ടർ പറയും 1-2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ തന്നെ പറയും മാറിയില്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കമ്പൽസറി ആയിട്ട് ചെയ്യണം എന്ന് പറയാറുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മൾ പനിയായിട്ട് പോകുകയാണെങ്കിൽ അവർ ഡെലിഗൂരിയൊക്കെ ടെസ്റ്റുകൾ, ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കാറുണ്ട്. കാരണം എന്താണ് പനിയുടെ കാരണം. ഇപ്പൊ നമ്മളിങ്ങനെ പറയാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭൂരിഭാഗം ടെസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഏത് അസുഖങ്ങളും. ഇപ്പൊ ഞാൻ പറഞ്ഞ മിക്ക അസുഖങ്ങളും ഇപ്പൊ 10ാമത്തെ നമ്മളുടെ കോളറയിലും വരുന്നുണ്ട് ഫീവർ. അപ്പൊ ഈ 10 അസുഖങ്ങളിലും ലക്ഷണമായിട്ട് എന്ത് വരുന്നുണ്ട്, ഫീവർ വരുന്നുണ്ട് ഇല്ലേ, തോന്നുന്നുണ്ട്. വൂഫിംഗ് കഫും ഡിഫ്തീരിയയും വിട്. ബാക്കി ഇതിലും ഏകദേശം ലക്ഷണങ്ങളായിട്ട് മിക്കതിലും ഫീവർ, പനിയുണ്ട് ഇല്ലേ. മിക്ക അസുഖങ്ങളുടെയും ലക്ഷണത്തിൽ ഒന്ന് ഫീവർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ടൈപ്പ് ഫീവർ ആണ്, എന്തുകൊണ്ടാണ് ആ അസുഖം വന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം. അതിന് ചികിത്സിക്കാണ് വേണ്ടത്. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയ. കാരണം പനിയാണെന്ന് നമ്മൾ വെറുതെ വിടരുത്. ഇന്നത്തെ നമ്മളെല്ലാവർക്കും അറിയാം ഇന്നത്തെ പനി ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖത്തിന്റെ പേരാണ് കോളറ. കോളറ എന്ന് പറയുന്നത് ഏതൊരു ബാക്ടീരിയ വരുത്തുന്ന ഒരു അസുഖമാണ്. ഏത് ബാക്ടീരിയ ആണ്? എപ്പിഡമിക് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഏത് വരുത്തുന്ന കോളറ എന്ന് പറയുന്ന അസുഖം വരുത്തുന്നത്. കോളറ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ്, ഫുഡ്, വെജിറ്റബിൾസ്, അതേപോലെ ഡ്രിങ്കിങ് വാട്ടർ, അതിലൂടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എന്താണ്, മലിനമായ വെള്ളം കുടിക്കുന്നത് മൂലമാണ് ഏത് അസുഖം സ്പ്രെഡ് ആകുന്നത്, കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ആവുന്നത്. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. ഈ സോർബറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ നമ്മള് പണ്ടത്തെ പാൽ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്നത് ഇന്നെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഭയങ്കര മലിനമായ വെള്ളത്തിൽ നിന്നൊക്കെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ പാനിപ്പൂരി, നമ്മൾ വിചാരിക്കും നല്ല അടിപൊളി സാധനമാണ് പാനിപ്പൂരി. അവർക്കൊക്കെ പാനിപ്പൂരി ഇഷ്ടമുള്ളത്? എനിക്ക് ഇഷ്ടമായിരിക്കില്ലേ പാനിപ്പൂരി? പക്ഷെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ ഒന്നില്ലേ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വാങ്ങിക്കാനായിട്ട് നോക്കാം. കഴിഞ്ഞ ദിവസം വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം മക്കൾക്ക്. കാരണം ഈ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ലിക്വിഡ് ഒക്കെ അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ നല്ലതാണോ മലിനമാണോ എന്നൊന്നും നമുക്ക് ഉറപ്പുവരാൻ പറ്റില്ല. കാരണം അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കുട്ടികൾക്ക് വീട്ടിലെ ഭക്ഷണം തന്നെ കൊടുക്കാൻ നോക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം. ഓക്കെ, ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയൂലേ, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കും. ജസ്റ്റ് നമ്മള് ഒരു തള വരുമ്പോ തന്നെ എന്ത് ചെയ്യും, ഗ്യാസ് ഓഫ് ചെയ്യും? ഇല്ല, നന്നായിട്ട് തിളപ്പിക്കും. വെട്ടി തിളച്ച് ആ തള 5 മിനിറ്റ് വരെ നിൽക്കണം. എന്നാലാണ് ആ വെള്ളത്തിലുള്ള എല്ലാ അണുക്കളും എന്ത് ചെയ്യുള്ളൂ, ഡിസ്ട്രോയ് ആയി പോവുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ആ വെള്ളം യൂസ് ചെയ്യാൻ. ഇനി അങ്ങനെ ചെയ്യണോട്ടാ. അല്ലാതെ ഒരു തള വരുമ്പോ തന്നെ ആ ഗ്യാസ് ഓഫ് ചെയ്ത് പോകരുത്. ഗ്യാസിന്റെ പിശുക്കൊക്കെ കാരണം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടാവും. സോ നമ്മൾ നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച് വെള്ളമായിരിക്കുന്ന കുട്ടികൾക്കും നമ്മൾ കുടിക്കാനായിട്ട്. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നോക്കാം. കോളറ എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ പറഞ്ഞ പോലെ മലിനജലങ്ങളും ജലം കുടിക്കുന്നത് മൂലം വരുന്ന ഒരു അസുഖമാണ്. നമ്മൾ ഡിസെൻട്രി പറഞ്ഞില്ലേ, ഡിസെൻട്രി എന്തായിരുന്നു, ലൂസ് മോഷൻ ആണ്. അതേപോലെ തന്നെ സെയിം ഛർദി ഉണ്ടാവില്ല, ഛർദി ഉണ്ടാവും, ഛർദി കൂടി ഉണ്ടാവും എന്തില്, കോളറയില്. നമ്മള് സാധാരണയായിട്ട് എന്താണ് നമ്മള് ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ലൂസ് മോഷൻ ഉണ്ടാവും. ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങും ലൂസ് മോഷൻ ആയിരിക്കും. ഈ കോളറയുടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ മോഷൻ എങ്ങനെയായിരിക്കും, റൈസ് വാട്ടർ സ്റ്റൂ പോലെ ആയിരിക്കും
പോകുന്നത്. മലയാളത്തിൽ അങ്ങനെ പറയും, അല്ല ഇംഗ്ലീഷിൽ അങ്ങനെ പറയും, മലയാളത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. റൈസ് വാട്ടർ സ്റ്റൂ പോലെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. നമുക്ക് മെയിൻ ആയിട്ട് കോളറ അത്ര വലിയ സംഭവമല്ല. നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷേ കോളറ വന്നത് കോളറ വരുന്ന ഇപ്പൊ നമ്മൾ നല്ല വോമിറ്റിങ്ങും നല്ല ലൂസ് മോഷൻ ഒക്കെ ആവുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കഷ്ടപ്പെട്ടു പോകും. വെള്ളത്തിന്റെ അംശം നഷ്ടപ്പെട്ടു പോവാണ്, ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണ്. സോ ഒരു നമ്മുടെ ബോഡിയിൽ നിന്ന് 10 മുതൽ 20 ലിറ്റർ വരെയും വെള്ളം നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെ വരുമ്പോ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണാവും, പെട്ടെന്ന് നമ്മൾ കൊളാപ്സ് ആവും, പിന്നെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരും. ഈ കോളറ വന്നു കഴിഞ്ഞാല് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് എടുക്കുക. ചിലപ്പോ ഇതേപോലെ സാധാരണ വോമിറ്റിംഗ് ആയാലും ലൂസ് മോഷൻ ആയാലും നമ്മൾ ഡോക്ടറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ട്രിപ്പാണ് ഇടാറ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റും. കാരണം നമ്മൾ പെട്ടെന്ന് വീക്കാവും, പെട്ടെന്ന് ഭയങ്കരമായിട്ട് വീക്കാവും. ഈ കോളറ വരുമ്പോ ഞാൻ പറഞ്ഞ പോലെ പനി, പിന്നെ ലൂസ് മോഷൻ, വോമിറ്റിംഗ്, ക്ഷീണം, ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, കോളറയ്ക്കും വാക്സിൻസ് അവൈലബിൾ ആണ്. 2 വാക്സിൻസ് ഉണ്ട്. സോ അതെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളറ തടയാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ കോളറ അത്ര വലിയ അസുഖമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മെയിൻ ആയിട്ട് കോളറ വന്നു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ മൂലമാണ്, നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടു പോയിട്ടാണ് ആൾക്കാർക്ക് മരണം വരെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കാണ് ഒരു കുറച്ചു നേരത്തേക്ക് ഭയങ്കര ഛർദിയും അതേപോലെ ലൂസ് മോഷൻ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും, ഇല്ല നമ്മളായാലും ഒന്ന് കൊളാപ്സ് ആയി പോകും. പനിയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പിടിച്ചിട്ട് നിൽക്കും. പക്ഷെ ഇതേപോലെ ലൂസ് മോഷനും വോമിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളായാലും കൊളാപ്സ് ആയി പോകും. അപ്പൊ കുഞ്ഞു കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ അസുഖം വരണമെങ്കിൽ അവർക്ക് ഒട്ടും പറ്റില്ല. കാരണം അവരുടെ ബോഡിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞോ, എനിക്ക് അറിഞ്ഞൂടാ, എന്റെ മോക്ക് ഇതേപോലെ ലൂസ് മോഷൻ വന്നു. കുറവൊന്നല്ലായിരുന്നു, പക്ഷെ ലൂസ് മോഷൻ ആയിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു 1.5 വയസ്സായ സമയത്താണ് വന്നത് കേട്ടാ. ആൾക്ക് രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോയപ്പോ ലൂസ് മോഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പക്ഷെ ഒരു ഉച്ച ആയപ്പോഴേക്കും ആള് ബോഡി ഭയങ്കരമായിട്ട് വീക്കായി. ആള് ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഞാൻ ആളെയും കൊണ്ട് കൊച്ചിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന്, വീട്ടില് വേറെ ആരുമില്ല, അച്ഛനും ഞാനും കൂടി എന്റെ വീട്ടിലായിരുന്നു, അച്ഛനും ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഡോക്ടർ പ്രിപ്പയർ ചെയ്തു. കാരണം ആള് ഭയങ്കരമായിട്ട് വേറെ അസുഖങ്ങൾ ഇപ്പൊ പനിയാണെങ്കിലൊക്കെ എനിക്ക് ഒരു ധൈര്യമാണ്, പനിയല്ലേ മരുന്ന് കൊടുത്താൽ മാറും. പക്ഷെ ഇത് ആള് ഭയങ്കരമായിട്ട് വീക്കായിരുന്നു. നമ്മുടെ കൺമുമ്പിൽ തന്നെ ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ബോഡിയിലും ഈ ഡീഹൈഡ്രേഷൻ ആണ് മെയിൻ ആയിട്ട്. 1.5 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വെള്ളം കൊടുത്തിട്ട്, കഞ്ഞിവെള്ളം ആയാലും ORSന്റെ വെള്ളം ആയാലും നമ്മൾ പാലായാലും കൊടുത്താലും കുടിക്കണമല്ലോ, അവർക്ക് കുടിക്കാനും പറ്റുന്നില്ല. ആൾ ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് വീക്കായി. ഞാനത് ഫേസ് ചെയ്ത് എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ തന്നെ ഡോക്ടർ ട്രിപ്പ് ഇടാണ് ചെയ്തത്. കുഞ്ഞു മക്കൾക്കൊക്കെ വരാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലില് ഡോക്ടറുടെ അഭിപ്രായം എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ട്രിപ്പ് ഇടുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ അവരൊരു പരിധി വരെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തോടെ നിർത്താൻ വേണ്ടിയിട്ട് നല്ലത് ഇതാണ്. ട്രിപ്പ് ഇടണമെങ്കിൽ നല്ലത്. അത് കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് ഫുൾ വെള്ളവും നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെ. അപ്പൊ അത് കുറച്ചും കൂടി നല്ലത് എന്ത് തന്നെയാണ്. നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. This is another epidemic which is caused by microbes named Vibrio cholera. നിങ്ങൾക്കറിയാം, ഇത്രയും നേരമായിട്ട് ഒരു അസുഖത്തിന്റെയും പേര് നമ്മള് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വൈറസ് ആണ്, ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നതാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കുക. കോളറ ഏത് അസുഖമാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക കേട്ടോ. It affects the small intestine. മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന സ്മോൾ ഇൻറ്റെസ്റ്റൈനെയാണ്. ഇറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ്, വെജിറ്റബിൾ, ഡ്രിങ്കിങ് വാട്ടർ എക്സെട്ര. മൂലമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സിവിയർ vomiting, loose motion followed by thirst are common symptoms. ലൂസ് മോഷനും വോമിറ്റിംഗ് ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് കോളറയുടെ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ കുറച്ച് ഡിസീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ ഡിസീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെയാണ്? വൂഫിംഗ് കഫ്, 100 days of കഫ്, ടെറ്റനസ്, പോളിയോ, മലേറിയ, കോളറ. അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ പഠിച്ചു ഇല്ലേ? ഏകദേശം എല്ലാത്തിനെയും ലക്ഷണങ്ങൾ പഠിച്ചു.
ഒരു കുട്ടി തൊണ്ടവേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വാ തുറക്കാനും തൊണ്ടയിൽ എന്തെങ്കിലും ഇതേപോലത്തെ ഒരു പാട അതേപോലെ എന്തെങ്കിലും ഗ്രോ ചെയ്യുന്നുണ്ടോ ഇത് നോക്കാനും നമുക്ക് അറിയില്ലേ. അങ്ങനെ വല്ല പാട കാണാണെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നേക്കാളും മുമ്പ് നമുക്ക് ഡിസ്തീരിയ ആയിരിക്കോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരില്ലേ. ണ്ടെങ്കിൽ അവനാ നമ്മൾ കളിക്കാനായിട്ട് വിടരുത്. കാരണം എന്താണ്, അവന്റെ കാലിൽ കൂടെ ആ മുറിവിലൂടെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ അസുഖം വരുത്തുന്ന ജേംസ്, ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരുത്തുന്ന ജേംസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളപ്പോ എന്താ ചെയ്യുന്നത്, നല്ല രീതിയിൽ കാല് വാഷ് ചെയ്ത് നല്ല രീതിയിൽ നല്ല സോപ്പൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കാല് നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്ത് കൊടുത്ത് അവന് ക്ലാസ്സിൽ തന്നെ ഇരുത്താനായിട്ട് ശ്രമിക്കൂലേ നമ്മള്. ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ ഓക്കെ. പിന്നെ കുട്ടിക്ക് കണ്ണിൽ ചെറുതായിട്ടൊരു മഞ്ഞരാശി കാണാണ്, വയറുവേദനയാണ്, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന പെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ജോണ്ടിസ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ? അപ്പോ ഏകദേശം നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇനി നമ്മുടെ ക്ലാസ്സിലോ നമ്മുടെ സ്കൂളിലോ ഇതേപോലത്തെ അസുഖങ്ങൾ വരാണെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാനും ആ കുട്ടിക്ക് എന്താണ് നമ്മൾ അർജന്റായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് കണ്ടെത്താനും നമ്മളെ കൊണ്ട് പറ്റില്ലേ? ഓക്കെ അല്ലേ? ഇതാണ് നിങ്ങൾ ഓക്കെ മാം. ഓക്കേടാ, എല്ലാവർക്കും ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തത്. നമുക്ക് നോക്കാം. The above said diseases are common among young children. മോളിൽ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ സാധാരണയായി കുട്ടികളിൽ കാണുന്ന കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളാണ്. So it is the duty of the teachers to see that all the students in school are healthy and free from disease. നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്ത്, സ്റ്റുഡൻസ് നമ്മുടെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ഹെൽത്തി ആയിട്ടിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്. If she find any students distressed from any disease, ഐസൊലേറ്റ് ദം. ഇപ്പൊ ബൂഫി കഫ് ആണെന്ന് വിചാരിക്കും, നല്ല ചുമയാണ്, അവന് നന്നായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്വാസം വിടാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റ് സെക്കൻഡ് ഇല്ലാത്ത രീതിയിൽ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലായത് ബൂഫി കഫ് ആയിരിക്കും അല്ലെങ്കിൽ ചുമയാണെങ്കിൽ ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാ, വീട്ടിലേക്ക് വിളിക്കുക, പാരന്റ്സിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കുട്ടിക്ക് നല്ല ചുമയുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കണം, അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് അവരോട് ചോദിക്കുക. അപ്പൊ അത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാനായിട്ട് പറ്റണം. If she find any student distressed from any disease, isolate them from other precautionary measures to prevent spreading of disease. അപ്പൊ മറ്റു കുട്ടികളിലേക്ക് ആ അസുഖം സ്പ്രെഡ് ചെയ്യാതെ നോക്കാനായിട്ട് നമ്മൾ പഠിച്ചു ഇല്ലേ, എന്താണ് അസുഖം, അതിന് എന്ത് പ്രിക്കോഷണറി സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കിയപ്പോൾ മനസ്സിലായി അല്ലെ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് നോക്കിയപ്പോൾ മനസ്സിലായി. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഞാൻ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് വരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്റെ ബുക്ക് എടുത്തോണ്ട് വരാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ.
വായിച്ചു കഴിയുമ്പോൾ മെസ്സേജ് അയക്കണം കേട്ടോ. ചാപ്റ്റർ മൊത്തമായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയാ? Yes, ma'am. Yes, ma'am. യെസ് മാം. Yes. കേൾക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? Okay, ma'am. ഓക്കെ മാം. ഞാൻ റീഡ് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ. Dash disease are spread through air. Dash disease are spread through air. ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിലിപ്പോ ഓപ്ഷൻ കൊടുത്തിങ്ങനെ കഫ്, കോൾഡ്, മീസിൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ് ആൻഡ് ഓൾ ഓഫ് ദ എബോവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് All of the above. All of them. എന്ത് മോനെ? Who are the major carriers of infection disease through food items? Who are the major carriers of infection disease through food items? Mosquitoes, flies, insects, none of the above. Flies. Dash disease will affect the throat, windpipe and trachea. Dash Diphtheria. okay, diphtheria. Dash germs are enter the body through injury and it affects on nervous system. Tetanus. Tetanus. Vibrio cholera is caused by dash bacteria. Vibrio cholera is caused by dash bacteria. Cholera. Bacteria Cholera is Vibrio cholera. Okay, the cholera is caused by dash bacteria. Vibrio cholera. Another question is, dash disease will bring the patient become very weak due to losses of water from the body. Option A, dysentery. Option B, cholera. Option C, A and B. Option D, none of the above. A and B. Dysentery. Dysentery. The bacteria that cause dash disease grow in cow dung and horse dung. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് Tetanus. Malaria is spread through beat of dash mosquitoes. Anopheles Anopheles female mosquitoes. Polio is caused by a dash, virus, bacteria, parasites, none of the above. Virus. Dash disease will affect. അത് മോക്ക് ടെസ്റ്റിന് വരും. ഇന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോണത് ആണോ? ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടാണെന്ന്, അതുകൊണ്ടാണ് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ Okay, ma'am. ആദിഷ്മ പറഞ്ഞോ.
മാം ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ പോളിയോന്റെ അതില് നമ്മൾക്ക് ഇങ്ങനെ തന്നേക്കുന്ന ടെക്സ്റ്റില് സംടൈംസ് പാരലൈസിസ് ഓഫ് ദ വോൾ ബോഡി മേ റിസൾട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 2 ഓപ്ഷൻ വരുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? പാരസൈറ്റ് വേറെ ഓക്കെ സോറി മാം. പാരസൈറ്റ്. ഓക്കെ, പാരലൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മൊത്തമായിട്ട് തളർന്നു പോകുന്ന അവസ്ഥ എന്നാണ്. പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലേക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഐറ്റംസിനെ ഒരുമിച്ച് പറയുന്നത് പാരസൈറ്റ് എന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ വല്ല എന്താ പറയാ ഫംഗസ്, അങ്ങനെ ബാക്ടീരിയ, വൈറസ് അങ്ങനെയൊക്കെ കൊടുക്കുക ഓപ്ഷൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ് ആണ്. മിസ്സേ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങള് നമ്മുടെ ഇതിലിടോ, ക്ലാസ് റൂമിലിടോ? ക്ലാസ് റൂമിലിടോ കേട്ടോ. ഓക്കെ, ഇന്ന് ക്ലാസ് റൂമിൽ ഇടാൻ പറയാം കേട്ടോ. അപ്പൊ അതൊന്ന് ആൻസർ ചെയ്യണം കേട്ടോ മിസ്സേ. ഓക്കെ, നമ്മള് ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഏത്? ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോ നമ്മള് എന്താണ്, ആരുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്? എന്റെ വീട്ടിലുണ്ട്. ഉണ്ട് മാം. എന്റെ വീട്ടിലുണ്ട് ഫസ്റ്റ് എയ്ഡ്. അപ്പോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും എന്ത് വേണം? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. പ്രിപ്പയർ ചെയ്യാൻ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അത് പ്രിപ്പയർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിലാണ്. അതെന്തെല്ലാം ഐറ്റംസ് ആണ് എന്ന് നിങ്ങൾ ഓരോരുത്തർ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം കേട്ടാ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഒരു ആക്ടിവിറ്റി ആണ് തരുന്നത്. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴാണോ മിസ്സേ പ്രസന്റ് ചെയ്യേണ്ടത്? ബുക്കിലാണോ? ബുക്കിലാ, റെക്കോർഡ് ബുക്കിൽ അങ്ങനെ എഴുതാനാണോ അല്ലെങ്കിൽ ഇപ്പൊ പ്രസന്റ് ചെയ്യാനാണോ? അല്ലടെ ബസ്സേ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലേ, ഒരു ബോക്സ് എടുക്കുക, അതിനൊരു ബോക്സ് വെക്കുക. ഐറ്റംസ്, സിസേഴ്സ്, ബാൻഡേജ്, കോട്ടൺ, ആന്റിസെപ്റ്റിക് ലോഷൻ, പിന്നെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? അലവേറ ജെല്ല്, ആന്റിസെപ്റ്റിക് ലോഷൻ പറഞ്ഞു. പിന്നെന്താണ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഡിസിൻസ്, ഇപ്പൊ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ പാരസിറ്റമോള്, വിക്സ്, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ബാൻഡേജ് നെക്സ്റ്റ് ക്ലാസ്സിലാണോ പ്രസന്റ് ചെയ്യുന്നത്? ക്ലാസ്സിൽ നിങ്ങളൊന്നൊരു ബോക്സിൽ ഇതേപോലെ പറഞ്ഞ എല്ലാ ഐറ്റംസും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉള്ളവർക്ക് പെട്ടെന്നത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് അറിയുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മിക്കവാറും ഫ്രൈഡേ ഉണ്ട് കേട്ടോ. ഫ്രൈഡേ അല്ലേ എന്റെ ക്ലാസ്സിൽ? ഫ്രൈഡേക്ക് പറ്റില്ല. നെക്സ്റ്റ് വീക്ക് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വീക്ക് വെനസ്ഡേ ഞാൻ വരും. ഉള്ളില് പ്രസന്റ് ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് ആണ് പ്രസന്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് പ്രസന്റ് ചെയ്യേണ്ടത്. നമ്മളൊരു ബോക്സ് എടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും നമുക്ക് വേണ്ട, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ട എല്ലാ ഐറ്റംസും ആ ബോക്സിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. ഇനി എന്നിട്ട് എനിക്ക് വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. എന്നിട്ട് ഞാനത് എപ്പോഴും നമുക്ക് അടുക്കളയിലൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കൈകൊള്ളൂ ഇല്ലേ? സാധാരണ വീട്ടമ്മമാരായവർക്ക് അറിയാൻ പറ്റും, എപ്പോഴും കൈകൊള്ളൂ. ഞാൻ ആന്റിസെപ്റ്റിക് ക്രീം അതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിലെ ഫ്രിഡ്ജിന്റെ മുകളിൽ ആ ഒരു പ്ലേസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം അത് ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ചെറിയൊരു മുറിവോ അതേപോലെ ചെറിയൊരു പൊള്ളലോ പറ്റിക്കഴിഞ്ഞാല് വീട്ടില് ആരെങ്കിലോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രീം, ആ ഒരു മെഡിസിൻ പെട്ടെന്ന് അവൈലബിൾ ആവും. നമുക്കത് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കൊരു ആശ്വാസം കിട്ടും. സോ ഫസ്റ്റ് എയ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എന്താ പറയാ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത് ഫസ്റ്റ് എയ്ഡ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ ഗ്രീഷ്മ. ഇപ്പൊ പൊള്ളല് പറ്റിക്കഴിഞ്ഞാല് ഇപ്പൊ നമ്മളുടെ കയ്യില് അതിന് ഇടാനായിട്ട് ഓയിൻമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് ആ പൊള്ളിയ ഭാഗത്ത് ഒരു തുണി ചുറ്റിയിട്ട് അത് നനച്ചു കൊടുത്താൽ മതി, അല്ലാതെ വേറെ നെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടരുതെന്നാണ് പറയുന്നത്. ഞാനപ്പോ എനിക്ക് ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തെന്നുള്ളൂ, എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞെന്നുള്ളൂ. ഓക്കെ,
നിങ്ങൾക്ക് ഇതേപോലെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ പൊള്ളലിന്റെ കാര്യം പറഞ്ഞില്ലേ, ബേൺസ് ഒക്കെ വരുമ്പോ അപ്പൊ ഭയങ്കരമായിട്ട് പൊള്ളിയിട്ടുണ്ടെങ്കിലാണ് ഈ തുണി നനച്ചിടാന്ന് പറയുന്നത്. ചെറിയൊരു പൊള്ളലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അലവേറ ജെല്ലില്ലേ, അത് പരത്തി കഴിഞ്ഞ ഒരു ചെറിയ ആശ്വാസം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അലവേറയുടെ ജെല്ല്, അലവേറ ചെടി ഉണ്ട് വീട്ടില്, അതുകൊണ്ട് ആ ചെടിയിൽ നിന്ന് കുറച്ച് ജെല്ലെടുത്ത് പരത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആശ്വാസം കിട്ടാറുണ്ട്. വേറെ എന്റെ കൈ ഉണ്ടല്ലോ, വിഷുവിന്റെ അവസരത്തിലേ ഈ പൂത്തിരില്ലേ, പൂത്തിരി കത്തിച്ചിട്ട് ബാക്കില് മണ്ണുള്ള ഭാഗം എനിക്കറിയില്ലായിരുന്നു. ആ നീളത്തിലുള്ളതാണ്, ചെറിയ നീളത്തിലുള്ളത്, അതിന് അറ്റം തൊട്ട് അറ്റം വരെ കത്തും, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അത് പിടിച്ച് കത്തിച്ചിട്ട് കൈ മൊത്തം പൊള്ളി. അപ്പൊ ചുട്ട് നീറിയിട്ട് നിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ കിണ്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു, ആ കിണ്ടിയിൽ ചുട്ട് നീറുന്നതിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി കിണ്ടിയിൽ കൈയിട്ടു. കിണ്ടിയിൽ കൈയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞു, 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഈ സംഭവം ആകെ പോള വന്ന് വീർത്തു. എനിക്ക് കൈയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ പറയാ ചെന്നപ്പോ വെള്ളം തൊടിക്ക് പാടില്ലായിരുന്നു അത്ര, വെള്ളം തൊട്ട് കഴിഞ്ഞാൽ വേഗം പൊള്ളയ്ക്കുന്നു. അങ്ങനെ ഒരു ഇത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിരിക്കും. എനിക്ക് ആ പൊള്ളലിന്റെ തോത് നമുക്കറിയാൻ പറ്റില്ല. ചെറിയ നമ്മളെപ്പോഴും അങ്ങനെയാണ്, ചെറിയൊരു പൊള്ളലാണെങ്കിൽ വേഗം പോയി വെള്ളത്തിൽ മുക്കി വെക്കും. പക്ഷെ സാധാരണ ചെറിയ വെള്ളത്തില് അങ്ങനെ നേരെ കൊണ്ടൊന്ന് വെള്ളത്തിൽ കാണിക്കാതെ ഒരു ലൈറ്റ് ആയിട്ട് നമ്മൾ ആ വെള്ളം നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ പരിധി ചെറിയ പൊള്ളലാണ് പറയുന്നത്. ചെറിയൊക്കെ പൊള്ളലാണെങ്കിൽ നല്ലതായിരിക്കും. അല്ല ഭയങ്കര ആയിട്ട് പൊള്ളിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ എല്ലാവരും, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യും അല്ലെ. നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് വേണ്ട ബോക്സ്, അതേപോലെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് എയ്ഡിന് വേണ്ട ഐറ്റംസ്, ഇപ്പൊ സിസേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ തെർമോമീറ്റർ, ചില കുട്ടികൾ തെർമോമീറ്റർ അതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. കുഞ്ഞുമക്കൾക്കുള്ള വീട്ടിലെ അമ്മമാർക്ക് അറിയാൻ പറ്റും ചെറിയ കാര്യങ്ങൾ, പാരസ്റ്റമോള്, സിറപ്പ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? അമൃത അനീഷ്. ഓക്കെ, അമൃത പറഞ്ഞു. പിന്നെ hello friends, are you sleeping? Sleeping. Letter John, morning rain, thank you, other friends and to all friends. Thank you. ഹലോ കൂട്ടുകാർ, ഒരു കാര്യം, കൈപ്പൊള്ളുന്ന ഒരു പ്രതിവിധി പറഞ്ഞില്ലേ ഒരു കുട്ടി, വിഷമം തോന്നരുതിട്ടാ, ഞാൻ ഒന്നും വിചാരിച്ച് പറഞ്ഞല്ലേ. ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞതാ. ഇയാള് പറഞ്ഞത് ശരിയായിരിക്കും. എന്റെ കൈ ഭയങ്കരമായിട്ട് പൊള്ളിണ്ടായിരുന്നേ, അത് കാരണാവും കേട്ടാ. വിഷമം തോന്നരുതേ. വിഷമമൊന്നുമില്ല. എല്ലാവർക്കും ഡോക്ടേഴ്സ് പറയുമ്പോ പലർക്കും പല പോലെയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ ഡോക്ടേഴ്സും നമ്മളുടെ ഓരോരുത്തരും പൊള്ളലിന്റെ തോതനുസരിച്ചാണ് പറയാറ് ഡോക്ടേഴ്സ്. കൂടുതലായിട്ട് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും. ചെറിയതൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അത് കോമൺ ആയിട്ട് പറയുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ അതിലും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, ma'am.